ഹായ് ഫ്രണ്ട്സ്, ഐ ആം ഷാൻ ബേബി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കുറച്ച് കാര്യങ്ങളാണ്. അതായത് സെൽഫിനെ കുറിച്ചാണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ സെൽഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സെൽഫിനെ നമ്മൾ എത്രമാത്രം വിലമതിക്കുന്നുണ്ട്, എത്രമാത്രം സെൽഫിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സെൽഫിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇതറിയാനായിട്ട് നമുക്ക് 3 കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? അത് ഇവയൊക്കെയാണ്: ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, വി ആർ ഓക്കെ. എന്താണ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, വി ആർ ഓക്കെ? ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നാറ്? ആ വ്യക്തി എന്നേക്കാൾ കൂടുതലായിട്ട് മിടുക്കനാകുന്നു, അല്ലെങ്കിൽ അവൾ എന്നേക്കാൾ മിടുക്കിയാകുന്നു എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാകാറുണ്ടോ? ഞാൻ അവരുടെ അത്ര പോരാ എന്ന് തോന്നാറുണ്ടോ? അല്ലെങ്കിൽ ഈ ലോകം മൊത്തം എനിക്ക് അനുകൂലമല്ല, ഞാൻ അവർക്ക് താന്നതാണെന്ന് തോന്നാറുണ്ടോ? അത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ല. നമ്മുടെ സെൽഫിനെ കുറിച്ച് നമ്മുടെ സെൽഫിനെ വിലമതിക്കാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മുടെ സെൽഫിനെ നമ്മൾ വിലമതിക്കുമ്പോൾ നമുക്ക് വളരെ നമ്മളെക്കുറിച്ച് തന്നെ പോസിറ്റീവായിട്ടായിരിക്കും തോന്നുക. നീയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഞാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളവരാണ്, ഈ ലോകം മൊത്തം നമുക്ക് അനുകൂലമാണ്. സോ ഈ ലോകം മുഴുവൻ നമ്മെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ നമ്മെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ സെൽഫിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനായിട്ടുള്ളത്. സെൽഫ് എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് വി മസ്റ്റ് ബി ഏബിൾ ടു സേ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, വി ആർ ഓക്കെ. നമ്മളെല്ലാവരും ഓക്കെയാണ്, നമ്മളെല്ലാവരും ഇതാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ പോസിറ്റീവ് സൈക്കോളജിയിൽ നമുക്ക് കാണാം, ഇപ്പോൾ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അവർ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട്, എടാ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് നന്നായി പഠിക്കാൻ പറ്റുന്നില്ല, ഇപ്പോഴും ഓരോ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഇങ്ങനെ വരാണ്, അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഡൗൺ ആവാണ്, ആരും ഹെൽപ്പ് ചെയ്യാനില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ വരുന്നതായിട്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ നമുക്ക് അവരെ ചെറുതായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ടെക്നിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഈ ഒരു ടെക്നിക്ക് നമ്മുടെ ഫ്രണ്ട്സിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്, നല്ലൊരു ടെക്നിക്കാണ്. അപ്പോൾ ഈ ടെക്നിക്കിൻ്റെ പേരെന്ന് പറയുന്നത് ആങ്കറിങ് എന്നാണ്. ആങ്കറിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കടലിലൊക്കെ അറിയാം, ബോട്ട് ഒക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ നങ്കൂര് ഇടാന്ന് പറയുമല്ലോ അല്ലേ. നങ്കൂര് ഇട്ടിട്ട് ആണ് അതിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത്, ബോട്ടിനെ സ്റ്റോപ്പ് ചെയ്ത് നിർത്തുന്നത് നങ്കൂര് ഇട്ടിട്ട്. അതുപോലെ നമ്മുടെ മൈൻഡിനെ ആങ്കർ ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഞാനിവിടെ. അതായിട്ട് വലിയ കണക്ഷൻ ഇല്ല, എന്നാലും ഒരു ചെറിയൊരു കണക്ഷൻ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേ നെഗറ്റീവ് തോട്ട്സിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഞാനിത് പറയുന്നതോടുകൂടി ഈ ഒരു പ്രവൃത്തിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ വളരെ നെഗറ്റീവായിട്ട് ഇരിക്കുമ്പോൾ, നിങ്ങൾ നെഗറ്റീവാണെന്ന് വിചാരിക്കട്ടെ, മൊത്തത്തിൽ നെഗറ്റീവാണ്, ഡൗൺ ആണ് എന്നുള്ളൊരു ഫീലിങ്ങിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. ആദ്യം തന്നെ നിങ്ങളുടെ കണ്ണുകളൊന്ന് അടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം ഈ ഏറ്റവും അടുത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും നിങ്ങളെ സന്തോഷിപ്പിച്ച ഒരു അനുഭവം ഏതായിരുന്നോ അത് നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു എന്ന് ഉറപ്പായതിനു ശേഷം നിങ്ങളുടെ കൈകൾ രണ്ടും എടുത്ത് ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. അങ്ങനെ നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്തു. ഈ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ, ഒരു ദിവസത്തിന് മുന്നോ 2 ദിവസത്തിന് മുന്നോ നടന്ന ഒരു എക്സ്പീരിയൻസ്, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. അത് വന്നതോടുകൂടെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൈ ക്ലോസ് ചെയ്തു. ഓക്കെ, അത് 1-2 മിനിറ്റിന് ശേഷം നിങ്ങൾ വീണ്ടും കൈ വേർപെടുത്തുക, കണ്ണ് തുറക്കാം. അതിനുശേഷം വീണ്ടും കണ്ണ് അടയ്ക്കുക. കണ്ണടച്ചതിന് ശേഷം അതിനു മുന്നേ ഒരാഴ്ച, ഇപ്പോൾ 1-2 ദിവസത്തിന് മുന്നുള്ളതാണ് ഓർത്ത്, ഒരാഴ്ചയ്ക്ക് മുന്നേ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരു അനുഭവം നിങ്ങളുടെ മനസ്സിലേക്ക്, ഏറ്റവും നിങ്ങൾക്ക് സന്തോഷം തന്ന അനുഭവം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം നേരത്തെ പോലെ തന്നെ കൈകൾ രണ്ടും എടുത്ത് അത് നിങ്ങളുടെ മനസ്സിൽ വന്നു എന്ന് ഉറപ്പായതിനു ശേഷം 2 കൈകളും കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് അത് 1-2 മിനിറ്റിന് ശേഷം അത് വീണ്ടും നിങ്ങളുടെ കൈ വേർപെടുത്തുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം? അതായത് ഇപ്പം നമ്മൾ 2 ദിവസം മുന്നുള്ളത് നോക്കി, ഒരാഴ്ച മുന്നുള്ളത് നോക്കി, ഇനി 1 മാസം മുന്നേ നമുക്കുണ്ടായിരുന്ന ഏതെങ്കിലും ഏറ്റവും നല്ല സന്തോഷം തന്ന ഒരു എക്സ്പീരിയൻസുകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് നിങ്ങളുടെ അത് വന്നു എന്ന് ഉറപ്പായതിനു ശേഷം കണ്ണുകൾ അടയ്ക്കുക. അതിനുശേഷം 2 കൈകളും എടുത്ത് പതിയെ ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് വീണ്ടും 1-2 മിനിറ്റിന് ശേഷം വീണ്ടും കൈകൾ പുറത്തേക്ക് എടുക്കുക, കണ്ണ് തുറക്കുക. എന്നിട്ട് ഏറ്റവും നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, കണ്ണുകൾ അടച്ച് തന്നെ ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് 1 മാസം മുന്നേ ഉണ്ടായിരുന്ന ഏറ്റവും നല്ലൊരു എക്സ്പീരിയൻസ് മനസ്സിലേക്ക് കൊണ്ടുവരിക. അത് കൊണ്ടുവന്നതിന് ശേഷം, അത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നതിന് ശേഷം പതിയെ കണ്ണുകൾ അടയ്ക്കുക, കൈകൾ രണ്ടും
കൂട്ടി യോജിപ്പിക്കുക. ഓക്കെ, എന്നിട്ട് 1-2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും കൈകളെടുക്കുക, കണ്ണ് തുറക്കുക. അതിനുശേഷം വീണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതായത് 1 വർഷം മുന്നേ നിങ്ങൾക്കുണ്ടായ ഏറ്റവും പോസിറ്റീവായിട്ടുണ്ടായ എക്സ്പീരിയൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ മനസ്സിൽ വന്നതിന് ശേഷം വീണ്ടും 2 കൈകളെടുത്ത് ഇങ്ങനെ യോജിപ്പിച്ച് പിടിക്കുക. ഓക്കെ, അപ്പോൾ ആ എക്സ്പീരിയൻസ് വന്നു, അത് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു. അതിനുശേഷം നിങ്ങൾ കൈകൾ വീണ്ടും യോജിപ്പിക്കുക, പഴയ പോലെ ആവുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് 2 അടയ്ക്കുക, എന്നിട്ട് വേറെ ഒന്നും ചിന്തിക്കാതെ കൈകൾ 2 ഇങ്ങനെ വെക്കുക. അപ്പോൾ വാട്ട് യു ഫീൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സ് പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് ആണ്. ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്ന വഴിയായിട്ട് എന്തൊരു നെഗറ്റീവ് ചിന്തയെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ടും നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായിട്ട് വെക്കാനായിട്ടും സാധിക്കും. ഇത് ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന വഴിയായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് പങ്കുവയ്ക്കുക. അവർക്കും ഇത് വഴിയായിട്ട് വളരെ ഉപകാരങ്ങൾ ഉണ്ടായിരിക്കും. സോ താങ്ക് യു. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ. നമുക്ക് പലർക്കും പരിചിതമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മെഡിറ്റേഷൻ എന്നുള്ളൊരു ഫുൾ കാര്യമല്ല, മറിച്ച് അതിലെ പ്രഥമ പടിയായ ബ്രീതിങ്ങിനെ കുറിച്ചാണ്, ശ്വസനം, അതിനെക്കുറിച്ചാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എവിടെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാൻ പോയാലും അവർ നമ്മളോട് ആദ്യം പറയുക നമ്മുടെ ബ്രീതിങ്ങിനെ ശ്രദ്ധിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ പലവിധം ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന മനുഷ്യരാണെന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ നമ്മൾ ഈ ജോലികളിലൊക്കെ ഏർപ്പെട്ടിരിക്കുമ്പോൾ നമ്മൾ പല വ്യക്തികളുമായിട്ട് നമ്മൾ സംവദിക്കും. അത് പല തരത്തിലുള്ള ആളുകളാണ്. കുഞ്ചൻ നമ്പ്യാരൊക്കെ പറയുന്ന പോലെ ബഹുജനം പലവിധം. അപ്പോൾ ഈ മനുഷ്യരെല്ലാവരും നമ്മളോട് പല രീതിയിലായിരിക്കും പെരുമാറാം. അപ്പോൾ ഇത് എന്താണ് സംഭവിക്കുന്നത്, നമുക്ക് അവർ തരുന്ന ഒരു സ്ട്രെസ്സ് നമ്മുടെ ഉള്ളിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. എല്ലാം ഒരു എനർജി ആണല്ലോ. ഇപ്പോൾ നമ്മളൊരു വ്യക്തിയോട് ദേഷ്യപ്പെടുമ്പോൾ ആ നെഗറ്റീവ് എനർജി ചിലപ്പോൾ ആ വ്യക്തിയിലേക്ക് പോകും. അതുപോലെ തന്നെ മറ്റുള്ളവരിൽ വരുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ ഉള്ളിലേക്ക് വരാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അത് നമ്മുടെ മെമ്മറീനെ ബാധിക്കാം, നമ്മുടെ സെൽഫിനെ ബാധിക്കാം, നമ്മുടെ മൈൻഡിനെ ബാധിക്കാം, നമ്മുടെ ശരീരത്തെ വരെ അത് ബാധിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ പുറന്തള്ളാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് പുറന്തള്ളാനായിട്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കുക? അപ്പോൾ നമ്മൾ പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ അവെയർ ആണെന്നുള്ളതാണ് അല്ലേ. നമ്മളിപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ചുറ്റും കുറേ കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ, നമുക്ക് ചുറ്റും നടക്കുന്ന ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, നമുക്ക് ചുറ്റും ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവിടെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്, കുറേ വ്യക്തികളുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അങ്ങനെ കുറേ ആളുകളുണ്ട്. അതുപോലെ നമുക്ക് ചുറ്റും കുറേ ആളുകളുണ്ട്. പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവെയറാണ്. ഇപ്പോൾ നമ്മളൊരു ബസ് കാത്ത് നിൽക്കുമ്പോൾ അവിടെ കുറേ ആളുകളുണ്ട്. ബസ്സുകൾ വരികയും പോവുകയും ചെയ്യുന്നുണ്ട്, യാത്രക്കാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം നമ്മൾ അവെയറാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അവെയർ ആവാത്തതും പക്ഷെ നമുക്ക് ജീവിക്കാൻ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യം എന്താണ്? അത് മറ്റൊന്നുമല്ല, നമ്മുടെ ശ്വസനമാണ് അല്ലെ. ഒരു നിമിഷം ശ്വസിച്ചില്ലെങ്കിൽ നമ്മളെങ്ങനെ നിൽക്കും? വെള്ളമില്ലെങ്കിൽ കുറച്ചു നേരം ജീവിക്കാം, ഭക്ഷണം ഇല്ലെങ്കിൽ കുറെ കാലം ജീവിക്കാം, പക്ഷെ ശ്വസിക്കാനായില്ലെങ്കിലോ? അപ്പോൾ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് ശ്വസനം. ഇതിനെക്കുറിച്ച് അവെയർ ആവുക എന്നുള്ളതാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള ടെൻഷനിൽ നിന്ന് നമുക്ക് മോചനം കിട്ടാനുള്ള ഏറ്റവും ഉദാത്തമായിട്ടുള്ള മാർഗം. പലപ്പോഴും ശ്വസിക്കുന്നതിനെ കുറിച്ച് നമ്മൾ അവെയർ ആവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇനി നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ ശ്വസിക്കുന്നത് സിസ്റ്റമാറ്റിക് ആക്കുക എന്നുള്ളതാണ്. ഒരു 10 സെക്കൻഡ് എടുത്ത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയാണെങ്കിൽ ഒരു 20 സെക്കൻഡ് എടുത്ത് നമ്മൾ നമ്മുടെ അടിവയറ്റിൽ അതിനെ സ്റ്റോർ ചെയ്യുന്നതായിട്ട് ചിന്തിക്കുക. അങ്ങനെ 20 സെക്കൻഡ് സ്റ്റോർ ചെയ്തതിന് ശേഷം പതുക്കെ വളരെ സാവകാശത്തിൽ 30 സെക്കൻഡ് എടുത്ത് പുറത്തേക്ക് തള്ളുക. ഇപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ 3 സെക്കൻഡ് എടുത്ത്, 10 സെക്കൻഡിലേക്കൊന്നും പോകണ്ട, 3 സെക്കൻഡ് എടുത്ത് നിങ്ങൾ പതിയെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കണ്ണുകൾ അടയ്ക്കണം, ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഒരു 6 സെക്കൻഡ് അത് നിങ്ങളുടെ വയറ്റിൽ സ്റ്റോർ ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. അതിനുശേഷം ഒരു 12 സെക്കൻഡ് എടുത്ത് അതിൻ്റെ ഇരട്ടി സമയമെടുത്ത് പതിയെ അത് പുറത്തേക്ക് തള്ളുക. അപ്പോൾ ആ ഒരു ശ്വസനം ചെയ്യുന്നത് വഴിയായിട്ട് തന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് നിങ്ങൾ ദിവസത്തിൽ ഒരു 10-15 മിനിറ്റ് നിങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലെവൽ മാറുകയും നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവാതിരിക്കുകയും നിങ്ങളുടെ മനസ്സ് ഒരു സന്തുലിതാവസ്ഥയിലാവുകയും ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. സോ ട്രൈ ടു പ്രാക്ടീസ് ഇറ്റ് ആൻഡ് ബിക്കം പോസിറ്റീവ് സോ ദാറ്റ് യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് യുവർ ടെൻഷൻസ്. താങ്ക് യു ഫ്രണ്ട്സ്.